പ്രസന്റേഷൻ ഭയങ്കര രസമാണല്ലോ. ഇപ്പൊ മലയാളത്തില് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് പറയുമ്പോ അങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അവനത് പ്രസന്റേഷൻ പ്രസന്റിങ് ഭയങ്കര രസമായിട്ട് അവൻ ചെയ്തു. അതുകൊണ്ടാണ് അങ്ങനെ വിജയിക്കുന്നത്. അല്ലാണ്ട് ഞാൻ കാണിക്കണോണ്ട് മാത്രമല്ല, അവൻ പറയണതിൻ്റെയും കൂടിയുള്ള ഒരു ഇതിലാണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ്. അപ്പൊ അതൊരു സ്കിറ്റായി. ഞങ്ങള് കളിച്ച മറ്റേ 2 സ്കിറ്റിനെക്കാട്ടി നല്ലത് ഇതായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കോംബോസ് ഉണ്ട്. അപ്പൊ അതുപോലെ പറയണതാണ് രമേശ് പിഷാരടിയും ധർമ്മജൻ ചേട്ടനും. നിങ്ങളുടെ ആ ഒരു കോംബോ എന്ന് പറയുന്നത് ശരിക്കും പുറമേ കാണുന്ന നിങ്ങളുടെ കളി, ചിരി, ആളുകളെ ചിരിപ്പിക്കുന്നു, നിങ്ങളുടെ ആ സൗഹൃദത്തിനപ്പുറം ശരിക്കും പിഷാരടി എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ പറ്റി എന്താ ശരിക്കും ധർമ്മജൻ ചേട്ടന് പറയാനുള്ളത്? നല്ല സുഹൃത്താണ്. എനിക്ക് ഒരുപാട് ക്വാളിറ്റീസ് പകർന്ന് തന്നിട്ടുള്ള ഒരാളാണ്. അതൊരു എൻ്റെ അച്ഛനുണ്ടായിരുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കര ടൈം പാലിക്കുന്ന ഒരാളായിരുന്നു. കറക്റ്റ് 4 മണിക്ക് എണീക്കുക, കുളിക്കുക, അമ്പലത്തിൽ പോവുക, ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലാൻ 10 മണിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ചെല്ലുക എന്നൊക്കെ ഉള്ളത്. പിന്നെ അച്ഛൻ്റെ ഞാൻ പിന്നെ ആർട്ടിസ്റ്റൊക്കെ മാറി എൻ്റെ ഒരു ഉഴപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിഷാരടിനെ കൂടി കൂടുമ്പോഴാണ് വീണ്ടും ഈ പാഠങ്ങൾ പഠിക്കുന്നത്. അത് ഭയങ്കര കൃത്യമാണ്.